നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ചില വാർത്തകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ട്രെയിൻ അട്ടിമറി ശ്രമം വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതെ അതെ. ഈ ഒരു റെയിൽവേ ട്രാക്കിൽ മറ്റേ ഇരുമ്പ് തൂർ കൊണ്ടുവന്ന് വയ്ക്കുക, അതുപോലെ തന്നെ സിലിണ്ടർ, സിമന്റ് ചാക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ. ഞാൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറവായിരുന്നു, അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്ദേ ഭാരത് വന്ന സമയത്ത് വന്ദേ ഭാരതിന്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നത് ഈ അങ്ങേറ്റം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടത്തും ഓരോ ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ നമ്മളും പല മധ്യപ്രദേശിലാണെങ്കിൽ അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിന് കേന്ദ്ര ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടക്കുമെന്നുള്ളത്. കഴിഞ്ഞ മാസം കൃത്യമായിട്ട് പറഞ്ഞ ഫെബ്രുവരി 20-25 ആ ഒരു ടൈമിലാണ് കൊല്ലത്ത് കുണ്ടറയിൽ ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരുന്നു. അത് ഈ ഒരു ഇരുമ്പ് തൂണ് ഇത്തരത്തിൽ കൊണ്ടിട്ടു തൃശ്ശൂരും റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അസാധാരണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പും കൂടി വന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലൂടെയും അതുപോലെ തന്നെ കേരളത്തിലൂടെ ട്രെയിൻ യാത്ര ഇപ്പോൾ ആളുകൾക്ക് അടക്കം ഭയങ്കര ഒരു ഭീതി പടർത്തുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ. ശരിക്കും സാധാരണ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഒരു ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകാറുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് പ്രാധാന്യം അറിയിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കേരളം എടുത്തു പറയുന്നുണ്ട്. കേരളം മാത്രമല്ല, തെക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ മറ്റൊരു സൂചന കൂടിയുണ്ട്. അതിനെക്കുറിച്ച് വിശാലമായി തന്നെ പറയാം. അതിനു മുൻപേ ഈ ഒരു വിഷയം പറയുകയാണെങ്കിൽ ചെറിയ സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ ട്രെയിനിന് നടുക്ക് ഇരുമ്പ് പോസ്റ്റ് കൊണ്ടുവച്ച വിഷയം ഒരു തവണ വെച്ചു, കഴിഞ്ഞില്ല, രണ്ടാമത് വീണ്ടും കൊണ്ടുവച്ചു. മനഃപൂർവ്വം, അല്ല ധനസമ്പാദനം എന്നുള്ള കാര്യത്തിലേക്ക് മാത്രം പോലീസ് അന്വേഷിക്കരുതെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒരു ധനസമ്പാദനത്തിന് വേണ്ടി ഒരു ട്രെയിനിൽ പോകുന്ന നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്നതാണ് റെയിൽവേ ട്രാക്കിൽ ഒരു കോയിൻ പോലും കൊണ്ട് വെച്ചുവിടാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ അട്ടിമറി ശ്രമം ഇതിനു മുൻപ് തന്നെ കേരളത്തിൽ നടന്നു എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രതികൾ അതാണ് പറഞ്ഞത്. അത് ചില്ലി ചെയ്തിരുന്ന സമയത്ത് ആ ഒരു അതിന്റെ ഉള്ളിലുള്ള ഒരു അയൺ, കാസ്റ്റ് അയൺ എന്തോ, ആ ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും, അതിനു വേണ്ടി മാത്രം ചെയ്തതാണെന്ന്. പക്ഷെ പിന്നീട് ആ ന്യൂസ് എവിടെയും കണ്ടില്ല. അതിന്റെ അപ്ഡേഷൻ ഒന്നും, പ്രതികളെ പിടിച്ചു, അവരുടെ മൊഴിയും പറഞ്ഞു, പക്ഷെ പിന്നീട് അതിന്റെ ഒരു അപ്ഡേഷൻ എവിടെയും വന്നില്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഒരു യാത്രക്കാരൻ അതുവഴി നടന്നു പോയപ്പം വെളുപ്പാങ്കാലത്താണ് ഈ സംഭവം. ഇത് കണ്ട് ഉടനെ തന്നെ ഗേറ്റ് വാച്ചർ അറിയിക്കുകയും ഗേറ്റ് കീപ്പർ വളരെ വേഗത്തിൽ റെയിൽവേ പോലീസിനെ ഈ വിവരം അറിയിച്ച് പെട്ടെന്ന് തന്നെ അവരെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവിക നടപടിയാണ് പിന്നീട് നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ഇത് എടുത്തു മാറ്റി തൊട്ട് പുറകെ അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് വീണ്ടും ഒരു 6:30 ഇതേപോലെ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് ഇതിനകത്ത് എന്തോ സംഭവം ഉണ്ടെന്നുള്ളത് കൃത്യമായി മനസ്സിലായത്. പിന്നീട് നിരീക്ഷിച്ചപ്പോഴാണ് ഇവരെ പിടികൂടാൻ 2 പേരെയാണ് പ്രതികളായിട്ട് കണക്കാക്കിയത്. NIA അന്നെത്തി അന്വേഷണം നടത്തിയിരുന്നു. NIAക്ക് തന്നെ അന്നേ സംശയം ഉണ്ടായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തെ സംഭവമല്ല. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസി പറയുന്നത്. ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ആ ചെറുപ്പക്കാരൻ അത് കണ്ടില്ലായിരുന്നു, ആ ഗേറ്റ് കീപ്പർ സമയോചിതമായി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? ഒരു ട്രെയിനിനുള്ളിൽ എത്ര യാത്രക്കാരുണ്ട്? ഇപ്പം ഞാനും കൃഷ്ണന്തും ഒക്കെ തന്നെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നമ്മളോ നമ്മുടെ വീട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. മറ്റൊരു പെരുമൺ വീണ്ടും ആവർത്തിക്കൂല എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയും? ചെറിയൊരു കാര്യം മതി, ചെറിയൊരു കാര്യം. അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും കലാശിക്കുന്നത്. നമ്മൾ വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ ഈ ഏറ്റവും അടുത്തുണ്ടായ ട്രെയിൻ ദുരന്തങ്ങളൊക്കെ കണ്ടതാണ്. ട്രെയിനുകൾ കൂട്ടിയിടിച്ചതും നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുന്ന സംഭവങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ്. അപ്പോ ട്രെയിനിൽ തന്നെ ഇപ്പോ കവചം എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ട്രെയിൻ ദുരന്തങ്ങൾ കുറയ്ക്കണം, അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. അതിനുള്ള സാധ്യതകൾ ഇതുപോലെ പലരും കൊണ്ടുതന്ന് തരുമല്ലേ. അപ്പൊ അതിനെ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച്, അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇതിന് ഭീഷണിയായിട്ട് ഇത്തരം സംഭവങ്ങൾ മാറുകയാണ്. അത് മാത്രമല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദമായി തന്നെയാണ് നോക്കി കാണേണ്ടത്. നമുക്കതിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്നത് നിരന്തരമായി എപ്പോഴും പറയുന്ന സംഭവം തന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇന്ത്യ അപമാനിക്കുന്ന രീതിയിലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ മേഖലകളൊക്കെ തന്നെ സ്വന്തമാക്കാനുള്ള പാകിസ്ഥാന്റെ അതിയായ അത്യാഗ്രഹത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിന് കണക്കിനുള്ള മറുപടി ഇന്ത്യ നൽകാറുണ്ട്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പാകിസ്ഥാന്റെ അവസ്ഥ എന്തെന്ന് പരിശോധിച്ചു നമുക്കിപ്പം പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ തന്നെ ഒരു അരാജക അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര ഏജൻസികൾക്ക് മുന്നിലൊക്കെ തന്നെ IMF മുന്നിലൊക്കെ തന്നെ പിച്ചെടുക്കുന്ന അവസ്ഥയാണ്.
മുന്നോട്ട് അവരുടെ ജനങ്ങളെ കൊണ്ടുപോകാൻ, അവരെ പട്ടിണിക്കിടാതെ കൊണ്ടുപോകാൻ ഒന്നും തന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതൊന്നും തന്നെ പരിഹരിക്കാൻ പോലും പറ്റത്തില്ല, പരിഹരിക്കാൻ നേരമില്ല അവർക്ക്. അതുപോലെ ഭരണകർത്താക്കൾക്ക് കൃത്യമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, സൈന്യത്തിന്റെ മേധാവിത്വം, ഇതിനൊക്കെ ഉപരിയായിട്ട് അവരുടെ ധനം മൊത്തം പോകുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ടാണ്. ഭീകരവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാനിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോ കേരളത്തിൽ നടക്കാനിരിക്കുന്ന അട്ടിമറി നടക്കും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നടക്കാതിരിക്കട്ടെ, അതിനെ കൃത്യമായി ഫലപ്രദമായി ചെറുക്കാൻ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സാധിക്കും. ഇതും പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദമാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയും തമിഴ്നാടും ഒക്കെ തന്നെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച്, ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംബന്ധിച്ച് ലഷ്കർ ഇ തയ്യബ പോലുള്ള IS പോലുള്ള ഭീകരവാദികൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതാണ്, കേരളത്തിൽ നിന്ന് ഒട്ടനവധി ആളുകൾ സിറിയയിലേക്കും മറ്റുമൊക്കെ IS-ലേക്കും റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പെൺകുട്ടികളടക്കം നിരവധി ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ നിഷേധിക്കാനായി സാധിക്കില്ല. ഇനി എങ്ങനെയാണ് അവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ തീരദേശ മേഖലയാണ്. നമ്മുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം ഒരു 540 കിലോമീറ്റർ തീരദേശ മേഖലയാണ്. ആ മാപ്പ് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. കർണാടക മുതൽ ഇങ്ങ് താഴെ കന്യാകുമാരി വരെ കിടക്കുന്ന ഒരു പ്രദേശം. ഈ മേഖലയിലൂടെ നാവികസേനയുടെയും, അറബിക്കടലാണ്, നാവികസേനയുടെയും അതുപോലെ കോസ്റ്റ് ഗാർഡിന്റെയും കണ്ണ് വെട്ടിച്ച് ഇവർക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ സാധിക്കും. 540 കിലോമീറ്റർ ഉണ്ട് കേരളത്തിൽ മാത്രം. ഇതിൽ ഏതെങ്കിലും ഒരു 100 മീറ്ററിനകത്ത് കയറിയാൽ മാത്രം മതി. അപ്പോ കണ്ണിമ വെട്ടുന്ന സമയത്ത് ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇവർ അതിന് ലാക്കാക്കി നിൽക്കുന്നത്. വടക്കൻ മേഖലയിലും അതുപോലെ തന്നെ തെക്കൻ മേഖലയാണ് ഇവർ പ്രധാനമായിട്ട് നോട്ടമിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മലബാർ മേഖല കേന്ദ്രീകരിച്ച്, കോഴിക്കോട് കേന്ദ്രീകരിച്ച് അവർക്ക് കടന്നു കയറാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കോവളം അടക്കം നേരത്തെ റഡാറിൽ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അന്ന് വലിയ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പൊക്കെ തന്നെ നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചൊക്കെ ചിലപ്പോൾ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് സാധ്യതയുണ്ടെന്നും അട്ടിമറി സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകിയിരുന്നു. ഇതുപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അതിർത്തി സൈന്യം എത്രത്തോളം കരുത്തുള്ളതാണെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാത്തത്. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ ആരും നടത്തിയിട്ടില്ല എന്നല്ല, പലതവണയായി നടത്തിയിട്ടുണ്ട്. നാവികസേന കൃത്യമായി അതിനെ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ് ഗാർഡും ഫലപ്രദമായി തന്നെ ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി വലിയൊരു സൈന്യം നമുക്കുണ്ട്, മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ തുറമുഖ തീരദേശ മേഖലയിൽ പരിചയമില്ലാത്ത ആര് വന്നിറങ്ങിയാലും അലേർട്ടായിരിക്കുന്നത് അവരാണ്. അവർക്ക് നമ്മുടെ സുരക്ഷയിൽ വലിയൊരു പങ്ക് വഹിക്കാനായി സാധിക്കുന്നുണ്ട്. അവർ കൃത്യമായി കോസ്റ്റ് ഗാർഡിനെയും നാവികസേന ഉദ്യോഗസ്ഥരെയും ഇതൊക്കെ അറിയിക്കുന്നുണ്ട്. ഈ ഭീകരവാദികൾക്ക് മാത്രമല്ലല്ലോ സ്ലീപ്പർ സെല്ലുകളെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്, നമുക്കുണ്ട് സ്ലീപ്പർ സെല്ലുകൾ. ഇവർക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. നമുക്കറിയാവുന്നതാണ് അജിത് ഡോവൽ, NSA സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹം ഏറെക്കാലം വർഷങ്ങളോളം പാകിസ്ഥാനിലായിരുന്നു. ഒരു ചാരനായിട്ട് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് ISIയുടെ അടക്കം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒട്ടനവധി ചാരന്മാർ ഇപ്പോഴും പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. പലയിടത്തും ചാരന്മാരെന്ന് മുദ്രകുത്തി പലരെയും കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് പോലെ ഇന്ത്യയുടെ ചാരന്മാരെ പിടിക്കാനായി പാകിസ്ഥാൻ കുറച്ചൊന്ന് വിയർക്കും. പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർ കടന്നു കളയും ചെയ്യും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, പാകിസ്ഥാന് ഇതൊരു, ഞാനിപ്പോ ഒരു ലേഖനം വായിക്കാനിടയായി. അതിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ കടവും പലിശയെല്ലാം തീർത്ത് കൊടുക്കാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അതിനുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഏകദേശം ഒരു 179ഓളം സംഭവങ്ങൾ പാകിസ്ഥാനകത്ത് നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 179ഓളം ഇൻസിഡൻസ്. അതിൽ ഏകദേശം 255ഓളം കാഷ്വാലിറ്റീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത്രയോളം ആൾക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് പാകിസ്ഥാനകത്ത്. അതിൽ ബഹുഭൂരിപക്ഷവും സൈനികരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ സർക്കാർ ഉണ്ടെങ്കിൽ പോലും ഒരു സർക്കാരിനും കാലാവധി പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഒരു ദുർവിധി എന്ന് പറയുന്നത്. അത് അവിടുത്തെ എല്ലാ പ്രധാനമന്ത്രിമാരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഇപ്പോ ഷഹബാസ് ഷെരീഫ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹവും പൂർണ്ണമായും കാലാവധി പൂർത്തിയാക്കുമെന്ന്. കാര്യം, കാലാവധി പൂർത്തിയാക്കാൻ എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ആഭ്യന്തര കലാപമോ ഒക്കെ തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെടും. ഇമ്രാൻഖാൻ അതുപോലെ നിന്നു ആ സമയം. ഇപ്പം ഇമ്രാൻഖാന്റെ അവസ്ഥ എന്താണ്? ഇത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ സാഹചര്യം എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത അരാജകത്വമാണ് പാകിസ്ഥാനിലുള്ളത്. അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ BLAയുടെ കാര്യമൊക്കെ തന്നെ പറഞ്ഞിരുന്നു.
BLA എന്ന് പറയുന്നത് അവരുടെ പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയുടെ ഒരു 40% കൈയാളും. നമ്മൾ നേരത്തെ പരാമർശം, അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അത്രയും ഭൂവിസ്തൃതി ഉള്ള ഒരു മേഖലയാണ്. കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കുറവ് പണക്കാരുള്ള ഒരു മേഖലയാണ്. ഏറെ ദരിദ്രരായിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിൽ ബഹുഭൂരിപക്ഷം, ഒരു 3/4 ഭാഗത്തോളവും പരമദരിദ്രരാണ്. അവർക്ക് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുനിന്ന് റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ BLAയുടെ കാര്യം ശക്തി ആർജിച്ചു വരുന്നു എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പെഷവാറിലേക്ക് പോയ ട്രെയിൻ റാഞ്ചി, കറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ട്രെയിൻ റാഞ്ചി, ജാഫർ എക്സ്പ്രസ്. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു സൈന്യത്തിന് ഒരു വെടിക്കെട്ട് കൊടുത്തു. പക്ഷെ പാകിസ്ഥാൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും BLA ശക്തമായ ആക്രമണം നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ ഈ ആക്രമണത്തിലൂടെ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടമായി. അവരും സ്വയം ചാവേറുകളായി മാറുന്നുണ്ടായിരുന്നു. ഇപ്പോ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 5000-ലധികം സൈനികരെ എങ്ങനെയാണ് BLA രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതെന്നാണ്. BLAയുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് MBBS ഡോക്ടർമാർ വരുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വക്കീലന്മാരുണ്ട്. ഇവരൊക്കെ തന്നെയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. അതിന് ഈ അടുത്ത് പരാമർശിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അതായത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തന്നെയുള്ള കൊട്ടയുമായി അടുത്ത് നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, ഞാൻ എൻ്റെ പേര് ഓർക്കുന്നില്ല. ഈ മെഡിക്കൽ കോളേജിൽ സൈനിക ആധിപത്യമാണെന്നുള്ള പരാതി കുട്ടികൾ ഉയർത്തുന്നുണ്ട്. അതായത് ബലൂചിസ്ഥാനെ പൂർണ്ണമായും അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ പരമാവധി അടിച്ചമർത്താനായി ശ്രമിക്കും. കാര്യം അവർ നാളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കോളേജുകളിലും, എന്തിനേറെ പറയുന്നു ഹോസ്റ്റലുകൾ വരെ അടക്കി വാഴുന്നത് സൈനികരാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രതിഷേധം അവിടെ ഉന്നയിച്ചു. പ്രതിഷേധം ഉന്നയിച്ച സകലമാന പിള്ളേരെയും അടിച്ചൊതുക്കിയെന്നാണ് കേട്ടത്. അപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ജനരോഷം ഉണ്ടായി. അവരെ രക്ഷിക്കാനായ ഒരു പവർ വേണം. അങ്ങനെ നോക്കിയപ്പോഴാണ് അവർക്ക് BLA വലിയൊരു സാധ്യതയായി നോക്കിക്കാണുന്നത്. ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കിയ ഒരു 12ഓളം ഭീകര, അന്താരാഷ്ട്ര തലത്തിൽ പോലും അറിയപ്പെടുന്ന 12ഓളം ഭീകര സംഘടനകളുണ്ട്. ISIS അടക്കം, ലഷ്കർ-ഇ-തയ്ബ അടക്കം നിരവധി അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ അവിടെ പ്രവർത്തിക്കുകയാണ്. അവർക്കൊക്കെ ഉള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്കുള്ള ഫണ്ടിങ്, അവർക്കുള്ള സുരക്ഷ, ഇതൊക്കെ തന്നെ ഏർപ്പെടുത്തണം. ഇതിന് ബദലായിട്ടാണ് മറുഭാഗത്ത് ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം. പാകിസ്ഥാൻ സർക്കാരിന് തന്നെ എതിരായി ഇപ്പോൾ ഈ കുട്ടികളും BLAയും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇനി പാകിസ്ഥാന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ രണ്ടായി കീറി മുറിയുന്ന ഒരു അവസ്ഥ അത് സംജാതമാവും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല. എന്റെ ഒരു സംശയമാണ്, ഇപ്പൊ നമ്മൾ ഈ ട്രെയിൻ അട്ടിമറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ പലപ്പോഴും നമ്മുടെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും പക്ഷെ നമ്മുടെ സർക്കാർ അതിനൊരു നിസ്സാരവൽക്കരിച്ച് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരു വിമർശനം ഉയരാറുണ്ട്. നമുക്ക് ഈ അന്ന് നമ്മുടെ കേരള പോലീസിൽ വിഭാഗത്തിൽ തന്നെ ഈ പച്ച വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിവാദം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മുടെ സർക്കാർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അട്ടിമറി ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ഈ അതിൽ ഒരു കാര്യം ഞാനിപ്പോ ഓർത്തെടുക്കുകയാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ച പല സംഘടനകളെയും നിരോധിത സംഘടനകളാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2022 ആണ് PFI അടക്കമുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഒരുപാട് സംഘടനകളെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. ഈ സംഘടനകളിൽ ഒരിക്കലും പ്രവർത്തിക്കാനും പാടില്ല, ഈ സംഘടനകൾ പ്രവർത്തിക്കാനും പാടില്ല, അവയിൽ പ്രവർത്തിക്കാനും പാടില്ല, അവ പ്രവർത്തിക്കാനും പാടില്ല. ഇങ്ങനെയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംഘടനയിൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തന്നെ എടുത്ത് പറയാം, ഇന്ത്യയിൽ ആകെ മൊത്തം, കേരളത്തിലെ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഇന്ത്യയിൽ ആകെ മൊത്തം 1 ലക്ഷത്തോളം പ്രവർത്തകരുണ്ടെന്ന് അനുമാനിക്കുക. ഞാനൊരു ഏകദേശ കണക്ക് പറയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ഒരു സംഘടനയെ നിരോധിച്ചു. പണ്ടത്തെ സിമി അതറിയാലോ, അത് നിരോധിച്ചതാണ്. എന്ന് വെച്ചാൽ സിമിയുടെ പ്രവർത്തകർ ഇന്നില്ല എന്നാണോ? അതുപോലെ ഞാൻ ചോദിക്കുക, PFI നിരോധിച്ചു, സമാനമായ മറ്റ് സംഘടനകൾ നിരോധിച്ചു. സംഘടനയെ നിരോധിച്ചിട്ടുള്ളൂ, അവരുടെ ആശയങ്ങൾ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും പല സംഘടനകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്ന് പറയുന്നത് പോലെ പേരുമാറ്റം വരുത്തി പുതിയ സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം പുതിയൊരു സംഘടന കോഴിക്കോട് ആരംഭിച്ചു. അതിന്റെ വാർത്ത വന്നതാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തായി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയൊന്നും നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാനായി സാധിക്കത്തില്ല. അതിന് ശക്തമായ ഇടപെടൽ വലിയ തോതിൽ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ 1 ലക്ഷം ആളുകൾ, 1000
കുടുംബങ്ങളിലേക്ക് മാറി മാറി പോവുകയാണ്. ഇവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ വീട് ED റെയ്ഡ് വരുന്നുണ്ട്, അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്, അവർക്ക് അനധികൃത സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ പണം, സോഴ്സ് ഇല്ലാത്ത പണം എവിടെ നിന്ന് എത്തുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരേ സമയം തന്നെ പലയിടത്തായിട്ട്. അതിൽ എടുത്തു പറയേണ്ടതെല്ലാം തന്നെ കേരളത്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പരമമായ സത്യം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഈ ഒരു വസ്തുത തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭൂപ്രകൃതി കൊണ്ട് തന്നെ കേരളം ഇവർക്കൊക്കെ നല്ലൊരു വിളനിലമാണ്. നമുക്കറിയാവുന്നതാണ്, കണ്ണൂരിലും പത്തനംതിട്ടയിലും ഒക്കെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുടെ ട്രെയിനിങ് നടന്നതായിട്ടുള്ള കശുമാവിൻ തോപ്പുകളിലും ഒക്കെ ഇവർ വെടിയുണ്ടകളും മറ്റുമൊക്കെ കണ്ടെടുത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നക്സൽ പ്രവർത്തനങ്ങൾ അത് മറ്റൊരു വിഭാഗം. എന്നിരുന്നാലും ഭീകര പ്രവർത്തനങ്ങളുണ്ട്. നക്സൽ മാവോ അതിനു വേണ്ടിയിട്ടുള്ള തണ്ടർബോൾട്ടും മറ്റുമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അത് കൃത്യമായി തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്ര നയം അനുസരിച്ചുകൊണ്ട് മാവോയിസ്റ്റുകളൊക്കെ തന്നെ കീഴടങ്ങുന്ന ഒരു സാഹചര്യം. അവിടെ തലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വില പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ കീഴടങ്ങി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു ആധാർ കാർഡ്, റേഷൻ കാർഡ്, അവർക്ക് ജോലി, ഇതൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്ന പദ്ധതികളാണ് കേന്ദ്രം കൊടുക്കുന്നത്. അപ്പൊ അവർ തന്നെ ഇരുന്ന് ആലോചിക്കും, കാട്ടില് നാടും വീടും ഒന്നുമില്ലാതെ 24 മണിക്കൂറും ഭയന്ന് കഴിയുന്നതിനേക്കാളും നല്ലത് പോയി കീഴടങ്ങി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ആരെയും പേടിക്കാതെ ജീവിക്കാനായി സാധിക്കും. എടുത്തു നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു മലയാള മാധ്യമങ്ങളൊന്നും അത് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ദേശീയ മാധ്യമങ്ങൾ എടുത്ത് നോക്കുക, ജാർഖണ്ഡിലും മറ്റുമൊക്കെ എത്ര പേരാണ് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞ സാഹചര്യം അന്നത്തെ ഒരു വാർത്ത തന്നെ ഞാൻ കണ്ടതാണ് ഇപ്പൊ ഓർക്കുന്നത്. അന്ന് നിരവധി ആളുകൾ കീഴടങ്ങി. അന്ന് തലയ്ക്ക് ഏകദേശം 1 ലക്ഷത്തിൽ പുറത്ത് രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന ഒരാളാണ് കാല് പിടിച്ചുകൊണ്ട് എനിക്ക് ഞാൻ നല്ല ജീവിതത്തിലേക്ക് പോകാം, എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പലതായിരിക്കും. വ്യത്യസ്ത ആശയങ്ങൾ രൂപപ്പെടുമ്പോൾ, ആവശ്യങ്ങൾ രൂപപ്പെടുമ്പോഴാണല്ലോ റബലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അത് പരിഗണിക്കാനായുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുക. ഒപ്പം രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരുപോലെ തന്നെ പിന്തുണയ്ക്കേണ്ട ഒന്നാണ് രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ പറയുന്ന ഭീകര സംഘടനകളൊന്നും തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു നല്ലതും കൊണ്ട് തരത്തില്ല. മറിച്ച് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ കഷ്ണമാകത്തേ ഉള്ളൂ. രാജ്യത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമല്ല. അതുകൊണ്ട് ഇതിനെ കൂട്ടമായി നിന്ന് നമുക്ക് എതിർക്കാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മനുഷ്യാവകാശ സംഘടന എന്നൊക്കെ പറഞ്ഞ് നിരവധി സംഘടനകൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നുണ്ട്. ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് എന്തും ചെയ്യാനായി സാധിക്കുന്ന ഒരു സംഘടനയെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമാശ രൂപേണ പറയാണ്. എന്നിരുന്നാലും അതിലും ചില ലൂപ്പ് ഹോളുകളുണ്ട്. കാരണം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടാക്സബിൾ അല്ല മണി, ആർക്ക് വേണോ പണം അയക്കാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന പണം എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇരിക്കുന്ന ഇതിന്റെ പണം കൈകാര്യം ചെയ്യുന്നതും സംഘടനയെ കൈകാര്യം ചെയ്യുന്നതും ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം വെച്ച് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കേരള പോലീസും കേരളത്തിലെ സംവിധാനങ്ങളും ഉറക്കമൊഴിഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രമേ ഇതിനെ പരിഹരിക്കാനായി സാധിക്കൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരള പോലീസ് കുറവാണ്. കേരളത്തിലെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ലിസ്റ്റൊക്കെ കുറച്ചുകൂടി ഒന്ന് വിപുലപ്പെടുത്തി കുറച്ചുകൂടി പോലീസുകാരെയൊക്കെ എടുത്ത് അവർക്ക് വേണ്ട രീതിയിൽ പോലീസുകാർക്കിടയിൽ തന്നെ ആത്മഹത്യ വർദ്ധിക്കുകയാണ്. അവർക്ക് തന്നെ വലിയ തോതിൽ ഡിപ്രഷനും വലിയ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുകയാണ്. നമ്മൾ നേരത്തെ ഒരു മേഘയുടെ കാര്യം പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത്. സമാനമായി പോലീസുകാർക്കിടയിലുള്ള ആത്മഹത്യ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സുരക്ഷാ സംവിധാനം, നമ്മുടെ അഖണ്ഡത ഒക്കെ തന്നെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള ഒരു ക്രിയാത്മകമായ ഇടപെടൽ കൂടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്.